നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ പല മെട്രോ നഗരങ്ങളിലെയും ജീവിത ചെലവ് എത്രത്തോളമുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നൊരു കാലമാണ്. വലിയ ശമ്പളമുള്ളവർക്ക് പോലും ജീവിക്കാൻ പ്രയാസമാണ് പല മെട്രോ നഗരങ്ങളിലും എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ട്. അത് ഡൽഹിയിലായാലും മുംബൈയിലായാലും ചെന്നൈയിലായാലും ബംഗളൂരുവിലായാലും ഒക്കെ തന്നെ. നമ്മുടെ നാട്ടിൽ തന്നെ എറണാകുളത്ത് ജീവിക്കാൻ അല്പം ജീവിത ചെലവ് തിരുവനന്തപുരത്തേക്കാൾ അല്ലെങ്കിൽ മറ്റ് നഗരങ്ങളെക്കാൾ കൂടുതലാണ് എന്ന ഒരു അനുഭവം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് പല സാഹചര്യങ്ങൾ കൊണ്ടാണ്, പല കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നെ നമ്മുടെ നിയന്ത്രണങ്ങൾ, നമ്മൾ ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കും. 100 രൂപയുണ്ടെങ്കിൽ ഒരു ദിവസം സുഖമായി 3 നേരം ഭക്ഷണം കഴിക്കാവുന്ന സംവിധാനങ്ങൾ എറണാകുളത്തുമുണ്ട്, മറ്റ് മഹാനഗരങ്ങളിലുമുണ്ട്. പക്ഷേ നമ്മൾ ചൂസ് ചെയ്യുന്ന, നമ്മൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഇതിൽ പ്രധാനം. പ്രത്യേകിച്ചും താമസിക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള സംവിധാനങ്ങളിലൊക്കെ തന്നെ വലിയ ചെലവ് വരുന്ന പ്രദേശങ്ങൾ ഉണ്ട്. ഇതിപ്പോൾ ബംഗളൂരു നഗരത്തിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ചില കുറിപ്പുകളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി. വിദേശത്തെ സുഖസൗകര്യങ്ങൾ അവസാനിപ്പിച്ച് നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവാസി ഇന്ത്യൻ പൗരന്റെ പ്രതിമാസ ബജറ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത്. പ്രതിവർഷം 85 ലക്ഷം രൂപ സ്ഥിര വരുമാനം ലഭിക്കുന്ന ജോലി കയ്യിലുണ്ടായിട്ടും ബംഗളൂരു നഗരത്തിലെ ചെലവുകൾ കഴിഞ്ഞ് നിക്ഷേപിക്കാൻ വെറും 1 ലക്ഷം രൂപ മാത്രമാണ് കയ്യിൽ അവശേഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മാസം 7 ലക്ഷത്തോളം രൂപ ശമ്പളമുണ്ടായിട്ടും നിക്ഷേപിക്കുന്നത് ഏതാണ്ട് 8,000 രൂപയോളം. എൻ്റെ ബജറ്റ് യാഥാർത്ഥ്യബോധമുള്ളതാണോ അതോ എനിക്കെവിടെയെങ്കിലും കണക്കുകൂട്ടലുകളിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തോടെ റെഡിറ്റിലാണ് നോർത്ത് ബംഗളൂരുവിൽ ജോലി ലഭിച്ച യുവാവ് തന്റെ ആശങ്കകൾ പങ്കുവച്ചത്. 85 ലക്ഷം രൂപ വാർഷിക ശമ്പളം എന്നത് നികുതികളെല്ലാം കഴിഞ്ഞ് പ്രതിമാസം കയ്യിൽ കിട്ടുക ഏകദേശം 4.6 ലക്ഷം രൂപയാണ്. എന്നാൽ ഈ തുക മുഴുവൻ ഒരു മാസം കൊണ്ട് എങ്ങനെ തീർന്നു പോകുന്നു എന്നതിന്റെ കൃത്യമായ കണക്കുകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. കണക്കനുസരിച്ച് ഏറ്റവും വലിയ ചെലവ് വീട്ടുവാടകയ്ക്കാണ്. നോർത്ത് ബംഗളൂരുവിൽ ഒരു 3-4 BHK ഫ്ളാറ്റിനായി 70,000 മുതൽ 90,000 രൂപ വരെ വാടക വരും. ഇതുകൂടാതെ ഒരു വില്ലയുടെ വായ്പ ഇനത്തിൽ 35,000 രൂപയും, കാർ ലീസിന് എടുക്കുന്നതിനായി 25,000 മുതൽ 35,000 രൂപ വരെയും ചെലവാകും. വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള കറണ്ട്, വെള്ളം തുടങ്ങിയ യൂട്ടിലിറ്റികൾക്കായി 10,000 രൂപയും നീക്കി വെച്ചിട്ടുണ്ട്. തുടർന്ന് പുറമെ വീട്ടുജോലിക്കാർക്കും പാചകക്കാർക്കുമായി 25,000 രൂപയും, കുട്ടികളുടെ സ്കൂൾ ഫീസിനും മറ്റ് ആക്ടിവിറ്റികൾക്കുമായി 20,000 രൂപയും, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ 30,000 രൂപയും, പുറത്തുനിന്നുള്ള ഭക്ഷണത്തിനായി മറ്റൊരു 30,000 രൂപയും ചെലവ് വരുന്നു. ഷോപ്പിങ്ങിനും മറ്റ് പലവക ചെലവുകൾക്കുമായി 40,000 രൂപ, യാത്രകൾക്കായി 25,000, കുട്ടിയുടെ ഭാവി കോളേജ് പഠനത്തിനായി 20,000 രൂപ മാറ്റിവെക്കുന്നുണ്ട്. വെറും സാധാരണ ജീവിതം നയിക്കാൻ മാത്രം 1.5 ലക്ഷം രൂപയോളം വരുന്നത് അത്ഭുതപ്പെടുത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വെറും 1 ലക്ഷം രൂപ കഷ്ടിച്ചാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ബംഗളൂരുവിനെ സംബന്ധിച്ച് ഇത് ശരിയായ കണക്കാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പോസ്റ്റ് വൈറലായതോടെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ആളുകളിൽ നിന്ന് ഉണ്ടാകുന്നത്. പലരും ഈ ബജറ്റ് വളരെയധികം തുക കൂട്ടിക്കാണിച്ചതാണെന്നും ചില മേഖലകളിൽ വലിയ രീതിയിൽ പണം ലാഭിക്കാൻ കഴിയുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ ഒരേ സമയത്ത് വലിയൊരു തുക വാടകയായും ഒപ്പം വീടിന്റെ ലോൺ അടവായും നൽകുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ചെലവ് കൂട്ടുന്നത്. കൂടാതെ പലചരക്ക് സാധനങ്ങൾ വാങ്ങിയ ശേഷവും വലിയൊരു തുക ഷോപ്പിങ്ങിനായി മാറ്റിവെച്ചിരിക്കുന്നു. ഇത് അപ്പർ ക്ലാസിന്റെ പോലും സാധാരണ ജീവിതശൈലിയല്ല എന്ന് ആണ് ഒരാൾ കുറിച്ചത്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് പലചരക്കുമൊക്കെ വാങ്ങിയ ശേഷം 30,000 രൂപ പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ ചെലവാക്കുന്നു എന്ന് പറയുന്നതും വലിയ ഒരു അധിക ചെലവ് തന്നെയാണ്. ചെലവ് നമ്മളാണ് തീരുമാനിക്കുന്നത്, നമ്മളാണ് നിയന്ത്രിക്കുന്നത്. വരുമാനത്തിന് അനുസരിച്ചുള്ള കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ചെലവുകൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു തുക അല്ലെങ്കിൽ മോശമല്ലാത്ത ഒരു തുക സമ്പാദ്യമായി നമുക്ക് നേടാൻ സാധിക്കും, അല്ലെങ്കിൽ ബാങ്കിലിടാൻ സാധിക്കും. ഇതാണ് ഈ പ്രതികരണം വരുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ തന്നെ ഓരോ നഗരങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഓരോ നഗരത്തിലെയും ഇത്തരം ചെലവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്, ആദ്യമേ സൂചിപ്പിച്ചു. എന്നാൽ പോലും നമുക്ക് ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ, നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഇത്രയും വരുമാനം ഇദ്ദേഹത്തിന് ഉണ്ടായിട്ട് പോലും ഇദ്ദേഹത്തിന് വേണ്ട രീതിയിൽ സമ്പാദിക്കാൻ അല്ലെങ്കിൽ ഒരു തുക മിച്ചം പിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണ് എന്ന് പ്രതികരിക്കുന്നവരും ഉണ്ട്.